ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധികയുടെ പുതിയ എപ്പിസോഡിലെ മുത്തശ്ശി പ്രിയങ്കയോട് പറയും, കൂടപ്പിറപ്പാണ്, ആ ബോധം നിനക്ക് വേണമായിരുന്നു. കൽപ്പനയോട് പറയും, മോളെ കൽപ്പനയെ, ഈ ഭൂമിയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാവർക്കും സംസാരിക്കേണ്ടി വരും, ഇടകലർന്ന് പെരുമാറേണ്ടി വരും. എല്ലാവരുടെയും മനസ്സിലെ വൃത്തികെട്ട ചിന്തകളാണെന്ന് തോന്നുന്നത് സ്വന്തം മനസ്സിന് അന്തസ്സില്ലാത്തതുകൊണ്ടാ. ഇത് കൽപ്പനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി പറയും, ഇനി ഈ വീട്ടിലെ ഇത്തരം വൃത്തികെട്ട സംസാരം ഉണ്ടാവാൻ പാടില്ല. അത് കൽപ്പനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൽപ്പന മുഖം തിരിച്ച് അവിടുന്ന് പോകണേ. ശേഷം ഉർവശിയും അവിടുന്ന് പോകാൻ തുടങ്ങണേ. ഇങ്ങനെ പോവാൻ തുടങ്ങുന്നാണുമ്പോ പത്മാവതി പറയും, ഉർവശി നിന്ന് കൽപ്പന ചെറിയമ്മന്നല്ലേ നിന്നെ വിളിക്കുന്നത്? എന്റെ അതേ സ്ഥാനം തന്നെയല്ലേ നിനക്കും? എന്നിട്ട് എന്തിനാ അവളുടെ മനസ്സിലിങ്ങനെ വിഷം കുത്തിവെക്കുന്നത്? ഉർവശി ഒന്നും മിണ്ടുന്നില്ല. ചെല്ല് എന്ന് പറയുമ്പോ ഉർവശിയും പിന്നാലെ പ്രിയങ്കയും പോവാ. രാധികയ്ക്ക് നല്ല സങ്കടമായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. അമ്മ വന്നിട്ട് പറയും, പോട്ടെ മോളെ, അവർക്ക് വേണ്ടി അമ്മ നിന്നോട് ക്ഷമ പറയാം മോളെ. രാധിക പറയും, വേണ്ട അമ്മ, ഞാൻ കുറച്ചു മുമ്പ് ഏട്ടനോട് പറഞ്ഞതേ എനിക്കൊന്നിലും സങ്കടമില്ലെന്ന്. എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ആങ്ങളെ ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്നുള്ളതാ. അതിനുവേണ്ടി എന്തും ഞാൻ സഹിച്ചോളാം, എത്ര കുത്തുവാക്ക് വേണമെങ്കിലും കേട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അവിടുന്ന് പോകും. രാധിക പോയി കഴിഞ്ഞാൽ സൂര്യ പറയും, ഒരു നിമിഷം പോലും ഞാൻ സന്തോഷിച്ചൂടാന്നുള്ള വാശി. അല്ലേ അമ്മേ, ഇത് അമ്മയ്ക്ക് സങ്കടാക്കും. മുത്തശ്ശി പറയും, വിട്ടുകളയടാ, നീ പഴയതുപോലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോ എല്ലാവരുടെയും നാവിന്റെ വൃത്തികെട്ട ചലനങ്ങൾ അവസാനിക്കും കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് കൽപ്പന ഇപ്പൊ നല്ല ദേഷ്യത്തിലാണല്ലോ. ഉർവശി വരിക. അങ്ങനെ സൂര്യയുടെ ചികിത്സ തുടങ്ങിയപ്പോ നീ പൂർണ്ണമായിട്ടും പുറത്തായി അല്ല കൽപ്പന? സൂര്യയെ ചികിത്സിക്കുന്നത് രാധിക, സൂര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് രാധിക. എല്ലാവർക്കും എന്താ അഭിപ്രായം? പ്രത്യേകിച്ച് സൂര്യക്ക്. മനുഷ്യന്റെ കാര്യണേ, തൊട്ടാൽ ചോര തെറിക്കുന്ന ഒരു പെൺകുട്ടി അടുത്ത് തൊട്ടും തലോടിയും നിൽക്കുമ്പോ സൂര്യയുടെ മനസ്സ് നേരെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കൽപ്പനയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ഒന്ന് നിർത്തുന്നുണ്ട്. ചിറമിക്ക് വേറൊന്നുമില്ലേ പറയാൻ? ഉർവശി വരും, വേറെന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാനൊരു കാര്യം പറയാം, ഇനി അവര് തമ്മില് തെറ്റായ ഒരു രീതി ഉണ്ടായപ്പോലും കണിമംഗലത്തുകാരൊന്നും പറയില്ല. കൽപ്പനയോട് വീട്ടിൽ പോകാൻ പറഞ്ഞേ കുടുംബത്തിന് നല്ലൊരു മരുമകളെ കിട്ടിയെന്ന് പറഞ്ഞ് രാധികയെ സ്വീകരിക്കാതിരുന്നാ മതി. കൽപ്പനയ്ക്ക് അങ്ങ് ഞെട്ടല് വരണേ, ദേഷ്യം. മനുഷ്യന് വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ ചെറിയമ്മ. എനിക്ക് നാശം പിടിച്ചവളെ കണ്ണു നേരെ കണ്ടുകൂടാ. അവളുടെ ഒരു ഉപദേശവും കണ്ണുകളെ മയക്കുന്ന ചിരിയും. ഇനി സൂര്യ എങ്ങനെ എഴുന്നേറ്റ് നടന്നാൽ അത്ഭുത പ്രവൃത്തി നടത്തിയതിന്റെ ക്രെഡിറ്റും അവൾക്കായിരിക്കുമല്ലോ. അടുത്ത മനുഷ്യനെ. ഉർവശി വരെയും കഷ്ടം. 1000 ആണുങ്ങളെ എതിരെ വന്നു നിന്നാൽ അവരെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്ന കൽപ്പനയ്ക്ക് ഒരു പെണ്ണെതിരെ വന്നപ്പോ തളർച്ച. ഈ അസ്വസ്ഥത മാറണമെങ്കിലേ ഒറ്റ കാര്യമുള്ളൂ, അവളെ ഇവിടുന്ന് പുറത്താക്കണം. കൽപ്പനയ്ക്കും എങ്ങനെ? ഞാനോ നീയോ വിചാരിച്ചാ അത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ വേറൊരാൾ അത് ചെയ്യും. കൽപ്പനയ്ക്കും അതാരാ? ഉർവശി പറയും, പ്രിയങ്കയ്ക്ക്. അവൾ അത് ചെയ്യും. പ്രിയങ്കയെ നമ്മൾ കൂടെ നിർത്തണം. കൽപ്പന പറയും, ഭ്രാന്തുണ്ടോ? നമ്മുടെ കാര്യമൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ. ഉർവശി പറയും, എല്ലാ കാര്യവും പറയണമെന്ന് ഞാൻ പറഞ്ഞോ? രാധിക ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. സൂര്യയുടെ രാധിക അടുക്കുമ്പോ കൽപ്പനയ്ക്ക് എത്ര വിഷമം തോന്നുന്നുണ്ടോ അത്രയും വിഷമം വരുണിനോട് രാധിക അടുക്കുമ്പോ അവൾക്കും ഉണ്ടാകും. അതൊന്ന് ഊതി പെരുപ്പിച്ചാൽ മാത്രം മതി. ചേച്ചിയും അനിയത്തിയെയും നമുക്ക് തമ്മിൽ തല്ലിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നിച്ച് രണ്ടാളും വീടിന് പുറത്താകും. കൽപ്പനയ്ക്ക് സംഗതി കത്തും. ചെറിയമ്മ പറഞ്ഞത് കാര്യം. അവര് തമ്മിൽ തല്ലുകയാണെങ്കിലേ ഇവിടെ ചിലത് നടക്കും. പക്ഷേ പ്രിയങ്ക, ഉർവശി പറയും, വരുണിന് പ്രിയങ്ക ഇഷ്ടമല്ല എന്നുള്ളത് സത്യമല്ല. ആ ഒരു പിടിവള്ളി മതി നമുക്ക്. നീ വാ, നമുക്ക് അവളെ പോയി കാണാം. വാ കൽപ്പനെ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ അടുത്തേക്ക് പോവാ രണ്ടാളും കൂടെ. പ്രിയങ്കയാണെങ്കിൽ റൂമില് ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ തള്ളി വലിച്ചെറിയാം. അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും എറിയുന്നത് കണ്ടുകൊണ്ടായിരിക്കും കൽപ്പനയും ഉർവശിയും വരുന്നത്. ഇവരിങ്ങനെ പരസ്പരം നോക്കും. ശേഷം പ്രിയങ്ക എന്ന് വിളിക്കുമ്പോ പ്രിയങ്ക നിർത്താ. ഉർവശി ഒന്ന് വേഗം എല്ലാം പെറുക്കി വെക്കും. കൽപ്പനയ്ക്കും എന്താ പ്രിയങ്ക ഈ കാണിക്കുന്നേ? പ്രിയങ്ക പറയും, ഒന്നുമില്ല. കൽപ്പനയ്ക്കും, ആരോടാ നീ ഇത്രയ്ക്ക് ദേഷ്യം തീർത്തത്? ഏട്ടത്തി ഇന്ന് പോകുന്നുണ്ടോ? എന്റെ പ്രശ്നങ്ങൾ ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഉർവശി പറയും, ആരും അറിഞ്ഞോ നിന്റെ പ്രശ്നം എന്താണെന്ന്? നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രിയങ്ക മിണ്ടാതെ നിൽക്കുമ്പോ കൽപ്പനയ്ക്കും, രാധികയാണോ നിന്റെ പ്രശ്നം? രാധികയ്ക്ക് കണിമംഗലത്ത് കിട്ടുന്ന സ്ഥാനം അല്ല, എന്തിന് വരുണിന്റെ മനസ്സിലുള്ള സ്ഥാനം അത്രയും നിനക്ക് കിട്ടുന്നില്ലെന്ന് നിന്റെ ഉള്ളിലില്ലേ? പ്രിയങ്ക പറയും, ഉണ്ടെങ്കിൽ എന്താ, അത് സത്യമല്ല. ഇവിടെ ആർക്കും എന്നോട് സ്നേഹമുള്ള? അമ്മയ്ക്കുണ്ടോ? അച്ഛനുണ്ടോ? മുത്തശ്ശിക്കുണ്ടോ? വരുണുണ്ടോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമല്ല, എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ വരുൺ പറഞ്ഞത്. എന്നിട്ട് കണിമംഗലത്തുകാർ എന്ത് ചെയ്തു? അല്ലെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഉർവശി പറയും, ഇതെല്ലാം ഇഷ്ടമായിരിക്കുന്ന കണിമംഗലത്തുകാരുടെ മനസ്സിൽ എങ്ങനെയാ കുടിയേറി ഇരിക്കേണ്ടതെന്ന് നിന്റെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ ഞൊട്ടുഞ്ഞൊടക്ക് വിദ്യകളുണ്ടല്ലോ. ഈ വൈദ്യം, പ്രാർത്ഥന, സ്നേഹത്തെക്കുറിച്ചുള്ള അവളുടെ ചില വാചകങ്ങൾ, അതിലൊക്കെ ആരും വീണുപോകും. പ്രിയങ്ക എല്ലാം കൂടെ കേട്ട് ദേഷ്യത്തിലാ നിൽക്കുന്നത്. കൽപ്പന പറയും, പ്രിയങ്കയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞു, പക്ഷെ എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാം. രാധിക സൂര്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഭർത്താവിന്റെ കൂടെ ഒരുത്തി കൊഞ്ചിക്കൊഴയുന്നത് കണ്ട അതാരായാലും ഞാൻ ചോദ്യം ചെയ്യും. ഉർവശി പറയും, അങ്ങനെ ചോദ്യം ചെയ്യാൻ പ്രിയങ്കയ്ക്കും കഴിവുണ്ടായാൽ മതി. അവൾ ഇവിടുന്ന് പോയിക്കോളും.
കൽപ്പന പറയും, പ്രിയങ്കേ ഈ രാധിക നമുക്ക് രണ്ടുപേർക്കും ശല്യ. നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാർക്കിടയില് നല്ലതുപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിനിടയില് ഈ രാധിക എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടാവാൻ പാടില്ല. നിന്റെ സ്വന്തം ചേച്ചി ഒന്നല്ലല്ലോ, എവിടുന്ന് എടുത്തു വളർത്തിയല്ലേ. അപ്പൊ അവൾക്ക് നിന്റെ വിവാഹ ജീവിതം തകർക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഉറശ്വര്യം, അതെ, ഇനി അതും ഇതും പറഞ്ഞ് സമയം കളയാൻ പറ്റില്ല. പ്രിയങ്കയ്ക്ക് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയോ? നിൽക്കാൻ പറ്റിയാലേ ഇനി കടമംഗലത്തെ കാര്യങ്ങള് നമ്മളൊക്കെ ആകും തീരുമാനിക്കാൻ പോകുന്നത്. പ്രിയങ്കയെ അപ്പുറത്ത് അച്ഛനുണ്ടെങ്കിൽ ഇവിടെ ചെറിയച്ഛനുണ്ട്, പിന്നെ അപ്പുറത്ത് അമ്മയുണ്ടെങ്കിൽ ഇപ്പുറത്തതാ ചെറിയമ്മയുണ്ട്, അവിടെ നെഞ്ചു വിരിച്ചു നിൽക്കാൻ വരുന്നുണ്ട്, ഇവിടെ ഗൗതം ഉണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ മനസ്സ് കുത്തിയിളക്ക. കൽപ്പന പറയും, മോളെ പ്രിയങ്ക, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനുള്ള സമയത്ത് ആസ്വദിക്കണം. നീയും കൽപ്പനയും കണിമംഗലത്ത് എത്തിച്ചേർന്ന രാജകുമാരിമാരാ. ആ സ്ഥാനം മറ്റൊരാൾ തട്ടിയെടുക്കുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. പ്രിയങ്ക പറയും, ചേച്ചി ഇവിടുന്ന് പോണം, എത്രയും പെട്ടെന്ന് പോണം, അതിനെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. കൽപ്പന പറയും, അത് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരസ്പരം ആലോചിച്ച് മാത്രമേ ചെയ്യൂ. സമ്മതിച്ചോ? പ്രിയങ്ക പറയും, സമ്മതിച്ചു. ഉർവശി പറയും, അപ്പൊ പിന്നെ ഇനി കണിമംഗലം നിങ്ങളുടേതാ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഭരിച്ചാ മതി. എന്താ കൽപ്പനയെ? കൽപ്പന പറയും, എന്റെ അനുജത്തി കൂടെ ഉണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നിസ്സാരായിരിക്കും ചെറിയമ്മേ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ തോളില് കൈയിട്ടുകൊണ്ടാ പറയുന്നേ. കണിമംഗലതാ ഇനി ഈ കൈകളിലാ. പ്രിയങ്ക, നിന്റെ ചേച്ചി രാധയ്ക്ക് പുറത്തേക്കുള്ള വഴി നമുക്ക് തന്നെ അങ്ങ് തുറന്നു കൊടുക്കാം, ഓക്കെ എന്ന് പറയുമ്പോ പ്രിയങ്ക കൽപ്പനയ്ക്ക് കൈ കൊടുക്കണേ. അങ്ങനെ 3 പേരും കൂടെ കൈ പിടിച്ച് അവിടെ ഇങ്ങനെ നിക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമയെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വന്നിരിക്കാം. അമൃതടുത്തെയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. ജഗദീഷാണോ? കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് ശ്യാമയെ വിളിക്കാനായിട്ട് പോവാണ് അമൃത. അപ്പോഴേക്കും ശ്യാമ അങ്ങോട്ട് വരും. ശ്യാമ, കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഞാൻ കാണണമെന്ന് പറഞ്ഞത് ജഗദീഷ് എത്ര കാലമായിട്ട് ഈ പ്രോപ്പർട്ടി വിൽക്കാനും വാങ്ങാനും ഒക്കെ തുടങ്ങിയിട്ട്? ഞാന് ഒരു 10-12 വർഷമായി മാഡം. എന്നിട്ടൊരു കച്ചവടത്തിന്റെ നേർന്നെറിയും നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലേ? ജഗദീശയ്ക്കും എനിക്ക് മനസ്സിലായില്ല. ശ്യാമറിയും, ഐശ്വര്യ നിങ്ങളെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ഏൽപ്പിച്ചു, അതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന് അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല? ജഗദീപ് പറയും, ആ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനുള്ള അവകാശം അവർക്കാണെന്നാ പറഞ്ഞത്. അതിന്റെ ഒരു രേഖ അവരെന്നെ കാണിക്കുകയും ചെയ്തു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്തല്ലേ നോക്കുക. മാത്രമല്ല ശ്യാമ മേഡത്തെ പോലുള്ള ആളുടെ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് അങ്ങനെ ഒരു തർക്കം വരാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നി. ശ്യാമ പറയും, തർക്കമുണ്ട്. ഐശ്വര്യ, നിങ്ങളെ കാണിച്ചിരുന്ന ആ കരാറ് നിങ്ങൾ നന്നായിട്ട് വായിച്ചിരുന്നെങ്കിൽ എനിക്കിത് നിങ്ങളോട് പറയേണ്ടതില്ലായിരുന്നു. ആ പ്രമാണത്തിൽ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ മകൾ പ്രായപൂർത്തിയാവുന്നത് വരെയാണ് ഐശ്വര്യക്ക് എന്റെ പ്രോപ്പർട്ടിയിലുള്ള അധികാരം. ഇപ്പൊ എന്റെ മകൾ പ്രായപൂർത്തിയായി, അതോടെ ഐശ്വര്യക്ക് അവകാശം നഷ്ടപ്പെട്ടു. ജഗദീപ്, മാഡം. ശ്യാമ പറയും, ശ്യാമയുടെ മകള് ജീവിച്ചിരിപ്പില്ലെന്ന് ഐശ്വര്യ പറഞ്ഞു കാണുമല്ലേ? ജഗദീപ് പറയും, അതെ, എന്നോട് അങ്ങനെയാ പറഞ്ഞത്. ശ്യാമ അമൃതയെ ഇങ്ങനെ നോക്കുക. ശ്യാമ പറയും, അത് കള്ളമാണ്, എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ പേരിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. അതിലൊരു തരി മണ്ണ് പോലും ഞങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരിട്ടത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാനിപ്പോ ജഗദീഷിനെ വിളിപ്പിച്ചത്. ജഗദീപ് പറയും, നന്നായി മാഡം, ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു വസ്തുവാണെങ്കിൽ ഞാൻ ഇനി ഈ ഒരു കച്ചവടത്തിന് നിൽക്കുന്നില്ല. ഞാൻ ഐശ്വര്യ മാഡത്തെ കണ്ട് നേരിട്ട് സംസാരിച്ചോളാം. ശ്യാമ പറയും, നിങ്ങളെ ഐശ്വര്യ തെറ്റിദ്ധരിപ്പിച്ചതിലും ബുദ്ധിമുട്ടിച്ചതിലും എനിക്ക് വിഷമമുണ്ട്. പക്ഷെ കാര്യങ്ങൾ തുറന്നു പറയാതെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അതെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് എനിക്കറിയാം. അതെ, തീർച്ചയായിട്ടും മാഡം, ഇനി എനിക്ക് ഇറങ്ങാലോ? ശ്യാമ പറയും, ഐശ്വര്യ ഇനിയും നിങ്ങളെ സമീപിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വന്ന് പറയാം. ആയിക്കോട്ടെ മാഡം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവാണ്. അയാൾ പോയി കഴിഞ്ഞാല് അമൃത പറയും, ശ്യാമയെ, മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു, അത് അപകടാവോ? ഇത് അവിടെ ഇങ്ങനെ മാലിന്യം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ആ മാലിന്യെ ഇവർ കണ്ടിട്ടില്ല. അമൃത പറയും, ഇപ്പൊ പറഞ്ഞ ആ കാര്യം അയാൾ ഐശ്വര്യയോട് പറഞ്ഞ? ശ്യാമ പറയും, അയാളത് പറയില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യടുത്ത് ചെയ്തത് ഒരു ചതിയാ. അവർ തമ്മിലൊരു സംസാരം ഉണ്ടാവും, ഏട്ടത്തി പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അവിടുന്ന് പോവാ. ഇതെല്ലാം മാലിന്യം ഇങ്ങനെ കേട്ടുകൊണ്ട് തലയാട്ടാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് മുത്തശ്ശി ഇങ്ങനെ റൂമില് ആരോ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ രാധിക വരും. മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു. ആ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ അടുത്തിരുത്തുക. എന്താ മുത്തശ്ശി? മുത്തശ്ശിക്കും കൈ പിടിച്ചിട്ട്, ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് എന്റെ കുട്ടിക്ക് എവിടെന്നാ കിട്ടിയത്? കൽപ്പന ആക്ഷേപിച്ചപ്പോ മനസ്സ് നൊന്നിട്ടുണ്ടാവല്ലേ, പക്ഷേ ഒന്നും കാണിക്കാതെ നടക്കുന്നുണ്ടല്ലോ. രാധിക പറയും, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താ? ഏട്ടന്റെ ചികിത്സ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത് പോലെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണ്ടേ? അതിൽ എന്നെ ആരെങ്കിലും ആക്ഷേപിക്കുകയോ ചീത്ത പറയും എന്ത് ചെയ്യാനെങ്കിലും കുഴപ്പമില്ല. മുത്തശ്ശി പറയും, പക്ഷേ ഉള്ളിൽ തട്ടിയ വേദനയ്ക്ക് ഒരു പരിഹാരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. രാധികയ്ക്കും പരിഹാരോ? മുത്തശ്ശി പറയും, ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. രാധിക മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാഴ്ച. അതെന്താ ഇപ്പോ? മുത്തശ്ശി പറയും, അതൊക്കെ ഉണ്ട്. കാഴ്ച കണ്ടതിന് ശേഷം ഇഷ്ടായോന്ന് പറഞ്ഞാ മതി. രാധിക പറയും,
ശേഷം മുത്തശ്ശി എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അലമാര തുറന്ന് അതിന്ന് ഒരു ബോക്സ് എടുക്കുക. ശേഷം അതിൽ നിന്ന് കുറച്ച് താക്കോൽ കൂട്ട് എടുക്കും. രാധയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല. മുത്തശ്ശി പറയും മോള് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവാ. പൂജാമുറിയിലേക്കാ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. അവിടെ വലിയൊരു പെട്ടിയുണ്ട്. അത് ആ കീ ഉപയോഗിച്ച് തുറക്കും. ഈ സമയം രാധികയ്ക്കും ഇതാണോ ആ കാഴ്ച? മുത്തശ്ശിയെ തുറന്നുകൊണ്ട് പറയും തിരക്ക് പിടിക്കല്ലേ കുട്ടി. ശേഷം മുത്തശ്ശി അതിന്ന് ഒരു കനത്തിലുള്ള ഒരു സാധനം എടുക്കും. രാധിക കൗതുകത്തോടെ നോക്കി നിൽക്കുക. അങ്ങനെ മുത്തശ്ശി അത് രാധികയോട് കൊടുക്കുക. വാങ്ങി തുറന്നു നോക്ക്. അങ്ങനെ രാധിക അതിങ്ങനെ തുറക്കണേ. മുത്തശ്ശി പ്രാർത്ഥനയോടെ നിൽക്കുക. അങ്ങനെ ആ കാഴ്ച കാണുന്ന രാധികയ്ക്ക് ഭയങ്കര സന്തോഷവും. എന്താ ഭഗവാനെ ഇത്? കൃഷ്ണ വിഗ്രഹ മുത്തശ്ശി കൊടുത്തിരിക്കുന്നത്. സ്വർണ്ണ വിഗ്രഹം. മുത്തശ്ശി പറയും മുഴുവൻ സ്വർണ്ണ. കണിമംഗലം തറവാടിന്റെ ആധാരാണിത്. തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്നതാ. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ. ഇതിവിടെയുള്ള കാര്യം ഉർവശിക്കും കൽപ്പനയ്ക്കും അറിയാം. പക്ഷെ അവരാരും ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഇഷ്ടായോ എന്റെ കുട്ടിക്ക്? രാധിക അതിങ്ങനെ തൊട്ട് നോക്ക. മുത്തശ്ശിയോട് പറയും ഇഷ്ടായോന്നോ? ഇതിനേക്കാളും വലിയൊരു കാഴ്ച എന്താ എന്നെ കാണിക്കാനുള്ളത്? ഈ ഭഗവാന്റെ മുന്നിലല്ലാതെ വേറെ എവിടെയാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇറക്കി വെക്കുക? അല്ല മുത്തശ്ശി അവർക്കൊന്നും കാണിച്ചു കൊടുക്കാതെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി ഇതെന്നെ കാണിക്കാൻ തോന്നിയല്ലോ. മുത്തശ്ശി പറയും മനസ്സ് നിറച്ചും ഭക്തി നിനക്കല്ലേ. കണ്ണന്റെ പ്രിയപ്പെട്ടവള് നീയല്ലേ. നിനക്കല്ലാതെ വേറെ ആർക്കാ ഞാനിത് കാണിച്ചു കൊടുക്ക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും രാധികയ്ക്ക് നല്ല സന്തോഷമുണ്ട്. രാധിക ആ കൃഷ്ണനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്ക. പെട്ടെന്നായിരിക്കും ഈ കാഴ്ച കണ്ട് ഉർവശിയും കൽപ്പനയും വരുന്നത്. ഉർവശി കൽപ്പനയ്ക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണേ. കൽപ്പനയുടെയും ഉർവശിയുടെയും മുഖം അങ്ങ് മാറും. അവര് ദേഷ്യത്തോടു കൂടെ ഇതിങ്ങനെ നോക്കി നിൽക്കണേ. അവർക്ക് പോലും കാണിച്ചു തരാത്തത് ഒന്നാമത് രാധിക ഇഷ്ടമല്ല. രാധികയ്ക്ക് കാണിച്ചു കൊടുത്ത ആ ഒരു ദേഷ്യം നല്ലോണം ഉണ്ട്. ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോയിൽ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ള കാര്യം പ്രിയങ്കയോട് പറയണേ. എന്നിട്ട് പ്രിയങ്കയെ കൊണ്ട് അത് എടുപ്പിക്കണേ. പ്രിയങ്ക ഇവര് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ പൂജാ റൂമിൽ വന്ന് അത് എടുക്കും. ഇങ്ങനെ പ്രിയങ്ക എടുക്കുന്നതെല്ലാം കൽപ്പന ഫോണില് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാല് അവർക്ക് രക്ഷപ്പെടണമല്ലോ. നിന്റെ ചേച്ചി ഇനി ഒരിക്കലും കണിമംഗലത്തിന്റെ പടി ചവിട്ടേ ഇല്ല. അവൾ ഇവിടുന്ന് എന്നേക്കുമായിട്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് പ്രിയങ്കയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് ഐശ്വര്യ മാലിനിയോട് സംസാരിക്കുന്നതാണ്. കുട്ടി ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മാലിനി ഐശ്വര്യയോട് പറയും. ഐശ്വര്യ പറയും ഇനി ശ്യാമയുടെ ശബ്ദം അതിനെ ആരും കേൾക്കില്ല. ശ്യാമയുടെ നാവിനി ചലിക്കാൻ പാടില്ല. അതാണ് എന്റെ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെയാണ് പ്രമോലുള്ളത്. അപ്പോ നെക്സ്റ്റ് റിവ്യൂനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്